താരസംഘടനയായ അമ്മയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11 കുറഞ്ഞു. നടി ആശ അരവിന്ദാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ആശ ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രാജി സമർപ്പിച്ചത്. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, അപ്പോൾ കാര്യങ്ങൾ വീണ്ടും അവതാളത്തിലാവുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, അതായത് വനിതാ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശ്വേതയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ രാജിക്കായിട്ടുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്, അതിന്റെ ആവശ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും അവതാളത്തിലാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 2023-2028 ഭരണസമിതിയിലേക്ക് 17 പേരെയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിൽ ആശ അരവിന്ദ് കൂടി കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നതോടെ 6 പേർ നിലവിൽ രാജിവെച്ചിട്ടുണ്ട്. ജയൻ ചേർത്തല, കൈലാഷ്, ജോയ് മാത്യു, ലക്ഷ്മി പ്രിയ, അൻസിബ തുടങ്ങിയവരൊക്കെ ഈ സമിതിയിൽ നിന്നും നേരത്തെ രാജിവെച്ച് പോയവരാണ്. അതിന് പിന്നാലെയാണ് ആശ കൂടി രാജിവെക്കുന്നത്. ഇതോടെ 11 അംഗങ്ങൾ മാത്രമാണ് ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവശേഷിക്കുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ 3 തവണ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ 3 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നിരുന്നു. ഈ 3 തവണയും 8 പേർ മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ ഭൂരിപക്ഷത്തിൽ തന്നെ വലിയ തോതിലുള്ള കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. 17 അംഗങ്ങളിൽ 8 പേർ മാത്രമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പരിപാടി, പ്രത്യേകിച്ച് ഈ സഞ്ജീവനി അടക്കമുള്ള പ്രധാനപ്പെട്ട അമ്മയുടെ പദ്ധതികളിൽ കൈകാര്യം ചെയ്തിരുന്നത് ആശ അരവിന്ദാണ്. ആശ അരവിന്ദ്, അതുകൊണ്ട് തന്നെയാണ് ആശ അരവിന്ദിനെ ഈ സഞ്ജീവനി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായി അഡ്ഹോക് കമ്മിറ്റിയിലേക്കും നേരത്തെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ സഞ്ജീവനി പദ്ധതി അടക്കം അവതാളത്തിലാകുമോ എന്ന ആശങ്ക അമ്മയിലെ അംഗങ്ങൾക്ക് തന്നെയുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും നേരത്തെ ആശ അരവിന്ദ് രാജിവെച്ചിരുന്നു. ഭൂരിപക്ഷ അഭിപ്രായം താൻ മാനിക്കുന്നു. ജനറൽ ബോഡിയിൽ മുഴുവൻ അംഗങ്ങളും എടുത്ത ആ തീരുമാനത്തിനൊപ്പം താൻ നിൽക്കുകയാണ്. ജനാധിപത്യപരമായി അത്തരത്തിലുള്ള തീരുമാനത്തിൽ ഒപ്പം നിൽക്കേണ്ട ബോധ്യമുണ്ടതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അയച്ച രാജിക്കത്തിൽ ആശ അരവിന്ദ് വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് താരസംഘടന പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ താരസംഘടനയുടെ വനിതാ അംഗങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കണമോ തുടരണമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ രൂപീകരണ വോട്ടെടുപ്പ് നടന്നിരുന്നു. അതിൽ ഭൂരിപക്ഷ അംഗങ്ങളും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം, പുതിയ ഭാരവാഹികളെ കണ്ടെത്തണം, നിലവിലുള്ള ഭാരവാഹികൾ രാജിവെച്ച് ഒഴിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനറൽ ബോഡി ഉടൻ തന്നെ വിളിച്ച് ചേർക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. വലിയ തോതിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ നിലവിലെ ഭരണസമിതിക്കെതിരെ എതിർപ്പ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജനറൽ ബോഡിയിൽ രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഒഴിഞ്ഞുപോയ ശേഷം കോടതി വിധിയിലൂടെ അവർ തിരിച്ചു വന്നതിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റി തിരഞ്ഞെടുത്തെങ്കിലും അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കോടതി മരവിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഈ വരുന്ന 27-ാം തീയതി അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വീണ്ടും കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടി രാജിവെച്ച് പോവുകയും ചെയ്തത്. കൂടുതൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെക്കാനുള്ള സാധ്യതയും നിലവിൽ മുന്നിലുണ്ട്. ഓക്കെ, ആശ അരവിന്ദാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നു അമ്മ സംഘടനയിൽ എന്നുള്ളതാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.